ഇന്ന് ആഗോള കത്തോലിക്ക സഭ വിശുദ്ധ ബ്ലെയ്സിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. തൊണ്ടയിലെ രോഗങ്ങളുടെ മധ്യസ്ഥനാണ് വിശുദ്ധ ബ്ലെയ്സ്. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വൈദ്യൻ എന്നായിരുന്നു വിശുദ്ധ ബ്ലെയ്സ് അറിയപ്പെടുന്നത്. AD 316 നടന്ന ഒരു അത്ഭുത സംഭവമാണ് വിശുദ്ധ ബ്ലെയ്സിനെ തൊണ്ടയിലെ രോഗങ്ങളുടെ മധ്യസ്ഥനാക്കി മാറ്റിയത്. റോമൻ ഗവർണറായ ആഗ്രിക്കോളയുടെ പീഡനകാലത്ത് തടവിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ തൊണ്ടയിൽ മീൻമുള്ളു കുടുങ്ങി മരണാസന്നയായ ഒരു കുട്ടിയുമായി ഒരമ്മ വിശുദ്ധന്റെ മുന്നിലെത്തി. കുട്ടിയുടെ തൊണ്ടയിൽ സ്പർശിച്ച് വിശുദ്ധൻ പ്രാർത്ഥിച്ചതോടെ മുള്ളു പുറത്തു വരികയും കുട്ടി അത്ഭുതകരമായി സുഖം പ്രാപിക്കുകയും ചെയ്തുവെന്നാണ് വിശ്വാസം. ആർഗിയൂസ് പർവ്വതത്തിലെ കാട്ടിലെ ഒരു ഗുഹയിൽ പ്രാർത്ഥനയുമായി കഴിഞ്ഞിരുന്ന അദ്ദേഹത്തിന് മൃഗങ്ങളെ വലിയ ഇഷ്ടമായിരുന്നു. അസുഖമുള്ള മൃഗങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്തെത്തുമ്പോൾ അദ്ദേഹം അവയെ പ്രാർത്ഥിച്ച് ഭേദമാക്കുമായിരുന്നു. സെബസ്റ്റിയായിലെ ഡോക്ടറായിരുന്ന ബ്ലെയ്സ് പിന്നീട് മെത്രാനായി. ക്രിസ്തുവിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് ക്രൂരമായ മർദ്ദനങ്ങൾക്ക് അദ്ദേഹം ഇരയായി. ചെമ്മരിയാടിന്റെ രോമം ചീകുവാൻ ഉപയോഗിക്കുന്ന ഇരുമ്പ് ചീർപ്പ് കൊണ്ട് ശരീരം കീറിമുറിച്ച ശേഷമാണ് അദ്ദേഹത്തെ തലയറുത്ത് കൊലപ്പെടുത്തിയത്. വിശ്വാസികൾക്കേറെ പ്രിയപ്പെട്ട ആപത്തുകളിൽ നിന്ന് സഹായിക്കുന്ന 14 പുണ്യവാന്മാരിൽ ഒരാളാണ് വിശുദ്ധ ബ്ലെയ്സ്. വിശുദ്ധന്റെ തിരുനാൾ ദിവസമായ ഇന്ന് പള്ളികളിൽ ഒരു പ്രത്യേക ചടങ്ങുണ്ട്. 2 മെഴുകുതിരികൾ കുരിശുപോലെ പിടിച്ച് വൈദികർ അത് വിശ്വാസികളുടെ കഴുത്തിനോട് ചേർത്ത് പിടിക്കും. വിശുദ്ധ ബ്ലെയ്സിന്റെ പ്രാർത്ഥനയാൽ തൊണ്ടയിലെ അസുഖങ്ങളിൽ നിന്നും മറ്റ് ആപത്തുകളിൽ നിന്നും ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും. വിശ്വാസികൾ വലിയ പ്രാധാന്യത്തോടെയാണ് ഈ ആശീർവാദം സ്വീകരിക്കുന്നത്.